സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചർച്ച തുടരാൻ കഴിയാത്തത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി തർക്കം മൂലമാണ്. തീരുമാനം അനന്തമായി നീളുന്നതിൽ ജോസഫ് ഗ്രൂപ്പിലും അതൃപ്തിയുണ്ട്. അതേസമയം മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക് കടന്നതും ജോസഫ് വിഭാഗത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ഈ താരതമ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം UDF-ൽ നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പിന് തങ്ങൾക്ക് ഇത്തവണ എത്ര സീറ്റിൽ മത്സരിക്കും എന്നതിനെ സംബന്ധിച്ചു പോലും ഒരു വ്യക്തത ആ നേതാക്കൾക്ക്, ജോസഫിനോ മോൻസിനോ ഒന്നും സ്വന്തം അണികളോട് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു തൃശങ്കുവിലല്ലേ അവർ നിൽക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ നടന്നത്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിന് 12 സീറ്റുകളാണെന്ന് ഇടതുമുന്നണി നൽകിയത്. ഒപ്പം തന്നെ ഇത്തവണ അവർക്ക് ഒരു സീറ്റ് കൂടി കൂടുതൽ വേണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും ആ കാര്യത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. എങ്കിലും കഴിഞ്ഞ തവണ മത്സരിച്ച 12 സീറ്റ് ഇക്കുറി മത്സരിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം LDF അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച സിറ്റിംഗ് MLA-മാർ മുഴുവൻ പേരും ഇത്തവണ മത്സരിക്കുമെന്ന് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. എന്നാൽ മറുവശത്ത് ജോസഫ് വിഭാഗത്തിൻ്റെ അവസ്ഥ അത്ര സുഖകരമല്ല എന്നുള്ളതാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ തവണ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസഫ് വിഭാഗത്തിന് കോൺഗ്രസ് 10 സീറ്റുകൾ നൽകിയിരുന്നു. എന്നാൽ ഇക്കുറി അത്രയും സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്ന ഒരു നിർദ്ദേശമാണ് ജോസഫ് വിഭാഗത്തിന് മുമ്പിൽ ആദ്യം മുതൽ തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ ഇത്തവണ 2 മുതൽ 4 സീറ്റുകൾ വരെ ഏറ്റെടുക്കുമെന്നുള്ള ഒരു നിർദ്ദേശവും ജോസഫ് വിഭാഗത്തിനോട് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ല എന്ന ഒരു തീരുമാനമാണ് ആദ്യഘട്ടത്തിൽ ജോസഫ് വിഭാഗം കോൺഗ്രസിനെ അറിയിച്ചിരുന്നത് എങ്കിൽ കൂടിയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടം നടന്ന ഉഭയകക്ഷി ചർച്ചകൾ തീരുമാനമാവാതെ പിരിയുകയുമായിരുന്നു. പിന്നീട് പുതിയുഗ യാത്ര കോട്ടയത്ത് വരുമ്പോൾ അതിനിടയിൽ ചർച്ചകൾ നടത്താമെന്നുള്ള ഒരു തീരുമാനമാണ് ജോസഫ് വിഭാഗത്തെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത്. എന്നാൽ പുതിയുഗ യാത്ര കോട്ടയത്തെത്തിയപ്പോഴും അവർക്ക് അത്തരമുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് യാത്ര അവസാനിച്ചതിനു ശേഷം വീണ്ടും ചർച്ചകൾ ആരംഭിക്കാമെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെയും ചർച്ച ആരംഭിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തർക്കങ്ങൾ അതിരൂക്ഷമാണ്. അവർക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC പ്രസിഡന്റും ഒപ്പം തന്നെ VD സതീശനും K സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഡൽഹിയിൽ തുടരുന്ന സാഹചര്യത്തിൽ ജോസഫ് വിഭാഗവുമായിട്ടുള്ള ചർച്ച അനന്തമായി നീണ്ടുപോവുകയാണ്. ഇങ്ങനെ ചർച്ച അനന്തമായി നീണ്ടുപോകുന്നതിൽ കടുത്ത അതൃപ്തിയാണ് ജോസഫ് ഗ്രൂപ്പിനുള്ളത്. കാരണം തങ്ങളുടെ സീറ്റുകൾ ഏറ്റെടുക്കുമെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ നൽകി തങ്ങളെ മാനസികമായി തളർത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്ന ചിന്ത ജോസഫ് ഗ്രൂപ്പിൽ ശക്തമാണ്. മാത്രമല്ല, ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് ഈ 4 സീറ്റ് ഏറ്റെടുക്കുമെന്ന് ജോസഫ് ഗ്രൂപ്പിനെ അറിയിച്ചിരുന്നതെങ്കിൽ കൂടിയും ഈ ചർച്ച അനന്തമായി നീട്ടിക്കൊണ്ടുപോയി അവസാന ഘട്ടത്തിൽ ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെ 4 സീറ്റുകൾ ഏറ്റെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ്. രസകരമാണ് സനോജ്, മുന്നണി രാഷ്ട്രീയത്തിൽ UDF മുന്നണി രാഷ്ട്രീയത്തിൽ PJ ജോസഫിൻ്റെയും കൂട്ടരുടെ അവസ്ഥ വളരെ സഹതാപം അർഹിക്കുന്നതാണ്. കാരണം CMPക്ക് പോലും CP ജോണിന് പോലും മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ പറയാൻ കഴിയുന്നുണ്ട്, ഞങ്ങൾ 2 സീറ്റുകളിൽ അതിലാണ് ഏകദേശ ധാരണ അല്ലെങ്കിൽ ചർച്ച നടക്കുന്നത്. ഒന്ന് നെന്മാറയിലും അതുപോലെ തിരുവനന്തപുരം സെൻട്രലും. തിരുവനന്തപുരം സെൻട്രൽ മുന്നണി തന്നാൽ CP ജോണായ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഞാൻ മത്സരിക്കുമെന്ന് CP ജോൺ തന്നെ മാധ്യമങ്ങളോട്. PJ ജോസഫിനും കൂട്ടർക്കും ഇത് പറയാനേ കഴിയുന്നില്ല. ആകെ ഉറപ്പിക്കാൻ കഴിയുന്നത് തൊടുപുഴയും കടുത്തുരുത്തിയിലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കും. ബാക്കി ആരെയൊക്കെ എവിടെയൊക്കെ മത്സരിപ്പിക്കാൻ പറ്റുമെന്ന് സ്വന്തം പാർട്ടിയിലെ മറ്റാരോടും ഒരു ഉറപ്പും പറയാൻ കഴിയാതെ നിൽക്കുകയാണ് PJ ജോസഫും മോൻസ് ജോസഫും എന്നുള്ളതല്ലേ സ്ഥിതി? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. തൊടുപുഴയുടെയും കടുത്തുരുത്തിയുടെയും കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ജോസഫ് ഗ്രൂപ്പിന് കഴിയുന്നുള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി സീറ്റ് കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചതാണ്. എന്നാൽ ആ സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം അവിടുത്തെ കോൺഗ്രസ് ശക്തമാണ്. ചങ്ങനാശ്ശേരി ബ്ലോക്ക് ബെസ്റ്റ് കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ പ്രമേയം പാസ്സാക്കുകയും ഈ സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏറ്റുമാനൂർ സീറ്റ് ഏറ്റെടുക്കുമെന്നുള്ള ആദ്യഘട്ടം മുതലുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. പക്ഷേ ഏറ്റുമാനൂർ വിട്ടു നൽകാം, പകരം പൂഞ്ഞാർ നൽകണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ജോസഫ് വിഭാഗം മുന്നോട്ട് വെച്ചത്. പക്ഷേ പൂഞ്ഞാർ വിട്ടു നൽകാൻ കഴിയില്ല എന്ന തീരുമാനം കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൃക്കരിപ്പൂരിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇടുക്കിയുടെ കാര്യത്തിലാണെങ്കിലും ഓരോ ജില്ലകളിലും അതാത് പ്രദേശങ്ങളിലെ കോൺഗ്രസ് നേതൃത്വം ഈ സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ പ്രാദേശികമായി ജോസഫ് വിഭാഗവും കോൺഗ്രസ് പ്രവർത്തകർ
ഗ്രൂപ്പും തമ്മിൽ കടുത്ത അതൃപ്തിയാണ് ഉണ്ടാവുന്നത്. അത് കടുത്ത പ്രതിസന്ധിയിലേക്ക് മുന്നണിയെ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും കുട്ടനാട് സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റെടുക്കണമെന്നുള്ള ഒരു വികാരം അവിടെ ആലപ്പുഴയിൽ ശക്തമാണ്. പക്ഷേ ആ കുട്ടനാട് സീറ്റ് തങ്ങൾക്ക് വിട്ടു നൽകാൻ കഴിയില്ല. കാരണം ചില ഡീലുകൾ ഈ കുട്ടനാട് സീറ്റിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അത് തങ്ങൾ ഒരാൾക്ക് കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഡീലുകൾ നടന്നിട്ടുണ്ട്. ആ ഡീലുകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. കാരണം അതൊരു പൊട്ടിത്തെറിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം കുട്ടനാട് സീറ്റ് എന്തടിസ്ഥാനത്തിലാണ് ചില ആളുകൾക്ക് കൈമാറിയത് എന്നുള്ള ഒരു ഉത്തരം ജോസഫ് വിഭാഗം നൽകേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ജോസഫ് ഗ്രൂപ്പിൽ ഉണ്ടാവുന്നുണ്ട്. മറിച്ച് തൊടുപുഴയിലേക്ക് പോവുകയാണെങ്കിൽ PJ ജോസഫ് മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ മകനും. പക്ഷേ അദ്ദേഹം മത്സരിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ജോസഫ് ഗ്രൂപ്പിലും പ്രതിസന്ധിയുണ്ട്. സ്ഥാനമൊഴികളായിട്ടുള്ള പല ആളുകളും സീറ്റിന് വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് നേതൃത്വം 4 സീറ്റുകൾ ഏറ്റെടുക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അത് ഏതൊക്കെ സീറ്റുകളാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കടുത്ത പ്രതിസന്ധിയിലാണ് ജോസഫ് ഗ്രൂപ്പ് ഉള്ളത്. മറുവശത്ത് ജോസ് കെ മാണി വിഭാഗം 12 സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. സിറ്റിംഗ് MLA മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പറേ അടുത്ത പ്രതിസന്ധിയിലേക്ക് ജോസഫ് ഗ്രൂപ്പ് എത്തി നിൽക്കുന്നത്. ശരത്ത്.